മിൽമയുടെ ഡയറക്ടർ ബോർഡ് യോഗം ഇന്ന് ചേരും. പാൽവില വർധനയാണ് പ്രധാനപ്പെട്ട അജണ്ട. ലിറ്ററിന് 4 രൂപ വർദ്ധിപ്പിച്ച് 56 രൂപയാക്കാനാണ് നിർദ്ദേശം. ഡയറക്ടർ ബോർഡ് അംഗീകാരത്തിന് ശേഷം വർധന നാളെ പ്രാബല്യത്തിൽ വരും. കർഷകന് 3 രൂപ 33 പൈസയാണ് ലഭിക്കുക. ഈ രീതിയിലാണ് പുതിയ വർധനവ്. ഇതോടെ മിൽമ പുറത്തിറക്കുന്ന പാൽ ഇതര ഉൽപ്പന്നങ്ങൾക്കും ആനുപാതികമായി വില കൂടും. MG പ്രതീഷ് നൽകും വിശദാംശങ്ങൾ. പ്രതീഷ്, ഏപ്രിലിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായതാണ് പാൽവില വർധന. അത് തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം നടപ്പിലാക്കുമെന്ന് തന്നെയാണ് അറിയിച്ചത്. ഇന്നിപ്പോൾ ഡയറക്ടർ ബോർഡ് യോഗം ചേരുന്നു. വില വർധന അതാണ് പ്രധാന അജണ്ട. നാളെ മുതൽ പ്രാബല്യത്തിൽ വരുമല്ലേ? ശ്രുതി, തീർച്ചയായും നേരത്തെ 4 മുതൽ 6 രൂപ വരെ വർദ്ധിപ്പിക്കണമെന്നതായിരുന്നു ആവശ്യം. ഇതിൽ 4 രൂപ പാൽവില വർദ്ധിപ്പിക്കാനാണ് മിൽമയ്ക്ക് സർക്കാർ അംഗീകാരം നൽകിയിരിക്കുന്നത്. പിന്നീട് ശ്രുതി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മതി പാൽവില വർധനവ് എന്നുള്ള തീരുമാനത്തിലേക്ക് പോവുകയായിരുന്നു. ഇന്ന് ഡയറക്ടർ ബോർഡ് യോഗം ചേർന്ന ഈ പാൽവില വർധനവിൽ അംഗീകാരം നൽകും. അതോടുകൂടി നാളെ മുതൽ പുതുക്കിയ വിലയായിരിക്കും പ്രാബല്യത്തിൽ വരുന്നത്. 4 രൂപ വർദ്ധിക്കുന്നതോടെ ലിറ്ററിന് 56 രൂപയായിരിക്കും വിലയായി വരിക. ക്ഷീര കർഷകന് ഇതോടുകൂടി 3 രൂപ 33 പൈസയായിരിക്കും ഈ പാൽവില വർധനവിലൂടെ ലഭ്യമാകുന്നത്. പാൽവില വർദ്ധിക്കുന്നതോടുകൂടി തന്നെ പാലിതര ഉൽപ്പന്നങ്ങൾ വിപണിയിൽ നിരവധിയാണ്. അതിനും ക്രമാനുഗതമായ വർധനവ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പക്ഷേ സാധാരണക്കാരന് വലിയ രീതിയിൽ ഈ വില വർധനവ് ബാധിക്കില്ല എന്നതാണ് പ്രധാനമായും മിൽമ സൂചിപ്പിക്കുന്ന കാര്യം. കാരണം ഈ വില വർധനവിലൂടെ ക്ഷീര കർഷകനും ആശ്വാസം ലഭിക്കുമെന്നതാണ് പ്രധാനമായും അവർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. നാളെ മുതൽ വില വർധനവ് പ്രാബല്യത്തിൽ വരും എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാനും കഴിയുന്നത്. ശരി, മിൽമ പാലിന് നാളെ മുതൽ വില കൂടുകയാണ്. MG പ്രതീഷാണ് വിശദാംശങ്ങൾ നൽകിയത്.